ഇന്നത്തെ ജ്ഞാനവചനം സുഭാഷിതങ്ങൾ 18 അധ്യായം 1 ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം ഇഷ്ടങ്ങളെ പിന്തുടരുന്നു. അവൻ എല്ലാ നല്ല ഉപദേശങ്ങളെയും നിരസിക്കുന്നു. ഈ വചനം ദൈവം നമ്മെ കൂട്ടായ്മയിലും സ്നേഹബന്ധങ്ങളിലും പരസ്പര പിന്തുണയിലും ജീവിക്കുവാൻ സൃഷ്ടിച്ചുവെന്ന് ഓർമ്മിപ്പിക്കുന്നു. അഹങ്കാരത്താലോ സ്വാർത്ഥതയാലോ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്ക് നല്ല ഉപദേശവും പ്രോത്സാഹനവും ജ്ഞാനവും നഷ്ടമാകാം. കുടുംബം, സുഹൃത്തുക്കൾ, വിശ്വാസ സമൂഹം എന്നിവയിലൂടെ ദൈവം നമ്മെ വളർത്തുകയും നയിക്കുകയും ചെയ്യുന്നു. വിനയത്തോടെ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നതിലാണ് യഥാർത്ഥ ജ്ഞാനം. വിശ്വാസത്തിൽ ഒരുമിച്ചു നടക്കുമ്പോൾ ദൈവത്തോടും പരസ്പരത്തോടുമുള്ള ബന്ധം ശക്തമാകുന്നു. പ്രാർത്ഥന. കർത്താവേ, മറ്റുള്ളവരിൽ നിന്നുള്ള ജ്ഞാനത്തെയും പിന്തുണയെയും വിലമതിക്കുവാൻ എന്നെ സഹായിക്കണമേ. അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും നിന്ന് എന്നെ അകറ്റി വിനയത്തോടെ നല്ല ഉപദേശം കേൾക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. സ്നേഹത്തിലും കൂട്ടായ്മയിലും വിവേകത്തിലും വളർന്ന് ഓരോ ദിവസവും നിന്റെ വഴികളിൽ നടക്കുവാൻ എന്നെ നയിക്കണമേ. ആമേൻ.